നമസ്കാരം. പ്രധാന വാർത്തകൾ. വിശാഖപട്ടണത്ത് നിന്ന് കവർന്ന സ്വർണം ഒറ്റപ്പാലത്ത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ദേശമംഗലം സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ദേശമംഗലം പള്ളത്ത് 21 വയസ്സുള്ള അജ്മൽ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്തു മുങ്ങിയ അടൂർ സ്വദേശിയായ പ്രതി 20 വർഷത്തിന് ശേഷം പോലീസിന്റെ പിടിയിൽ. വാളയാറിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ. ഷൊർണൂരിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സുകൾ ഉയർന്നത് സേവ് NSS എന്ന പേരിൽ. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം. കോൺഗ്രസിന്റെ ഇന്ത്യ എന്ന വിചാരത്തെയും വികാരത്തെയും ചോദ്യം ചെയ്യുന്നവരുടെ രാജ്യസ്നേഹം പരിശോധിക്കപ്പെടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പിണറായി സർക്കാർ കേരളത്തിൽ സൃഷ്ടിച്ചത് സാംസ്കാരിക ജീർണത. KPCC വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റി രൂപീകരണ സമ്മേളനം പാലക്കാട്ട്. പരമ്പരാഗത ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ആവശ്യമാണെന്ന് മാലിന്യമുക്ത കേരളം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ Y. കല്യാണകൃഷ്ണൻ. ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ നേരിടേണ്ടി വരിക വലിയ പ്രത്യാഘാതങ്ങൾ. കൽപ്പാത്തിയിൽ ലോക നദീ ദിനാചരണം. സ്വർണ്ണ വ്യാപാര സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത വലിയ ചൂഷണത്തിനിടയാക്കുന്നുണ്ടെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്തറ. AKGSMA ജില്ലാ സമ്മേളനം പാലക്കാട്ട്. പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഗോൾഡൻ പുരസ്കാരം നഗരസഭാ ചെയർമാൻ ഏറ്റുവാങ്ങി. പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത് എറണാകുളത്ത്. വാർത്തകൾ വിശദമായി. വിശാഖപട്ടണത്ത് മൊബൈൽ ഷോപ്പ് ഉടമയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച 7.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഒറ്റപ്പാലം നഗരത്തിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ മലയാളി യുവാവ് അറസ്റ്റിൽ. ദേശമംഗലം പള്ളത്ത് 21 വയസ്സുള്ള അജ്മലിനെയാണ് ഒറ്റപ്പാലം ഇൻസ്പെക്ടർ A. അജീഷ് അറസ്റ്റ് ചെയ്തത്. വിശാഖപട്ടണത്ത് അജ്മൽ ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പ് ഉടമയുടെ വീട്ടിൽ നിന്ന് കവർന്ന സ്വർണ്ണമാണിതെന്ന് പോലീസ് പറഞ്ഞു. ഇയാളിൽ നിന്ന് 5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും 2 പവനിലേറെ തൂക്കം വരുന്ന ഒരു ജോഡി കമ്മലും 1/4 പവനോളം തൂക്കമുള്ള മോതിരവും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. 5 മാസം മുമ്പ് കവർന്ന സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ നാട്ടിലെത്തിയ അജ്മൽ ഒറ്റപ്പാലത്തെ ജ്വല്ലറികളിൽ ആഭരണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പല ജ്വല്ലറികളിലും കയറി വിലപേശിയത് സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. ആഭരണങ്ങളുമായി ബൈക്കിൽ പോകുന്നതിനിടെയാണ് യുവാവ് പിടിയിലായത്. ചോദ്യം ചെയ്യലിനിടെയായിരുന്നു കുറ്റസമ്മതം. 5 മാസം മുമ്പ് വിശാഖപട്ടണം പോലീസിൽ ഉടമ പരാതി നൽകിയിരുന്നെങ്കിലും തുമ്പ് ലഭിച്ചിരുന്നില്ല. അജ്മലിനെ കോടതി റിമാൻഡ് ചെയ്തു. മോഷണം മുതൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് ഇയാൾക്കെതിരെ ഒറ്റപ്പാലത്ത് കേസ്. വിശാഖപട്ടണത്ത് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ തുടർ നടപടികൾക്കായി അജ്മലിനെ കൈമാറും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോൺഗ്രസിന്റെ ഇന്ത്യ എന്ന വിചാരത്തെയും വികാരത്തെയും ചോദ്യം ചെയ്യുന്നവരുടെ രാജ്യസ്നേഹം പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. KPCC വിചാർ വിഭാഗ് ജില്ലാ രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. തങ്കപ്പൻ. കേരളത്തിന്റെ സാംസ്കാരിക ജീർണത ആരംഭിച്ചത് ഇടതു സർക്കാരിന്റെ കാലത്താണെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. വിദേശ ശക്തികളുടെ അടിച്ചമർത്തലുകളെ ഭയക്കാതിരുന്ന കോൺഗ്രസിനെ ഭയപ്പെടുത്തി ഇല്ലാതാക്കാമെന്ന അബദ്ധമോഹമാണ് CPMനെയും BJPയെയും നയിക്കുന്നത്. രാജ്യത്തിൻ്റെ ജനാധിപത്യം അട്ടിമറിക്കാനായി ലക്ഷക്കണക്കിന് വോട്ടുകൊള്ള നടന്നിട്ടും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യാത്ത ഇന്ത്യ സഖ്യത്തിലെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. CPMൻ്റെയും മുഖ്യമന്ത്രിയുടെയും അടുത്ത കാലത്തെ പ്രവൃത്തികൾ BJPയുമായി ഉണ്ടാക്കിയ അന്തർധാര വ്യക്തമാക്കുന്നതാണെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. KB സുഗതൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ എന്ന ആശയവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട്ട് അംഗത്വ വിതരണം നടത്തി. PM ശ്രീവത്സൻ, V. രാമചന്ദ്രൻ, C. ബാലൻ, PL ജോമി, G. അജിത് കുമാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഷൊർണൂരിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. സേവ് NSS എന്ന പേരിലാണ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഫ്ലക്സുകൾ കാണപ്പെട്ടത്. സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യം.
സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടി നായർ സമുദായത്തെ പണയപ്പെടുത്തിയ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഫ്ലക്സിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ഇത്തരത്തിലുള്ള കറുത്ത നിറത്തിലുള്ള ഫ്ലക്സുകൾ ഷൊർണൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സേവ് NSS എന്ന പേരിലാണ് ഇത്തരം ഫ്ലക്സുകൾ കാണാനായത്. ഒരുപക്ഷെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അനുകൂലിച്ചു നിന്ന NSSന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരിക്കാം ഇത്തരം ഫ്ലക്സുകൾ ഉയരാൻ കാരണമായതെന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും സംഗമം കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോഴേക്കുമാണ് പ്രതിഷേധവുമായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടതും ശ്രദ്ധേയമാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 10 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ കണ്ണൂർ സ്വദേശി 45 വയസ്സുള്ള മുഹമ്മദ് അലി ഷിയാബിനെ എക്സൈസ് അധികൃതർ അറസ്റ്റ് ചെയ്തു. വാളയാർ ടോൾ പ്ലാസയിൽ പാലക്കാട് IB പാർട്ടിയും ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം റേഞ്ച് പാർട്ടിയും പാലക്കാട് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിലാണ് കോയമ്പത്തൂർ പൊന്നാനി KSRTC ബസ്സിൽ 10 കിലോഗ്രാം കഞ്ചാവ് കടത്തുകയായിരുന്ന കണ്ണൂർ സ്വദേശി പിടിയിലായത്. കണ്ണൂർ ചാവശ്ശേരി കൂരമുക്ക് മുഹമ്മദ് അലി ഷിയാബിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പ്രതി ഒറീസയിൽ നിന്ന് നേരിട്ട് പോയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് അധികൃതർ പറഞ്ഞു. നാട്ടിൽ കൊണ്ടുപോയി ചില്ലറ വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചത്. എക്സൈസ് സംഘത്തിൽ ഇൻസ്പെക്ടർമാരായ A. വിപിൻ ദാസ്, റിനോഷ്, സന്തോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജിഷു ജോസഫ്, പ്രസാദ്, ചെന്താമര, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ പ്രേംകുമാർ, അനിൽകുമാർ, ഹരിപ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, KJ ലൂക്കോസ്, വിനീഷ് എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്ത് സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തെ ആര് വിമർശിച്ചാലും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ വിതരണം ചെയ്യുമെന്ന് മുൻ MLAയും KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ VK ചന്ദ്രൻ. പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിട്ട് ഇതുവരെ തിരുത്താൻ പോലും തയ്യാറായില്ലെന്നും VK ചന്ദ്രൻ പറഞ്ഞു. KSKTU വാടാനംകുറിശി വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച ആത്മാഭിമാന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VK ചന്ദ്രൻ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 6, 7, 8, 9, 10 വാർഡുകളിൽ താമസിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെയും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെയും ആത്മാഭിമാന സംഗമമാണ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വാടാനംകുറിശിയിലെ ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. മുൻ MLAയും KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ VK ചന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തെ ആര് വിമർശിച്ചാലും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ അത് നടപ്പാക്കുമെന്ന് VK ചന്ദ്രൻ പറഞ്ഞു. പ്രസ്താവന നടത്തുന്നത് പിന്നീടും അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അത് തിരുത്തി പറയാൻ അദ്ദേഹം തയ്യാറായി. കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിൻ്റെ പണമെടുത്ത് തന്നെയാണ്. പക്ഷെ കേരളത്തിൽ പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൊടുക്കണമെന്നൊരു മനസ്സ് പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് 1980 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EK നായനാരാണ്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് നിയമം പാസ്സാക്കാനും അത് കൊടുക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്താനും കഴിയുകയുള്ളൂ. പക്ഷേ വലിയ ഒരു മനുഷ്യസ്നേഹി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കണമെന്ന കാഴ്ചപ്പാട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. KSKTU വാടാനംകുറിശി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് KA ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NP വിനയകുമാർ, CPM വാടാനംകുറിശി LC സെക്രട്ടറി PP വിജയൻ, ബ്ലോക്ക് മെമ്പർ P പ്രസന്ന, വാർഡ് മെമ്പർ K അശോകൻ, C ജയപ്രകാശ്, സോമൻ, VP സന്തോഷ്, TK പ്രസന്ന എന്നിവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അവകാശമാണ്. ലൈഫ് ഭവന പദ്ധതി വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിലായിരുന്നു ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.
പരമ്പരാഗത ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ആവശ്യമാണെന്ന് മാലിന്യമുക്ത കേരളം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ വൈ കല്യാണകൃഷ്ണൻ കൽപ്പാത്തിയിൽ നടന്ന ലോക നദീ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരമ്പര്യ ജലസ്രോതസ്സുകൾ വീണ്ടെടുത്തില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കേണ്ടി വരിക ദൂരവ്യാപക പ്രത്യാഘാതമാകുമെന്നും വൈ കല്യാണകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. പലതരത്തിലാണ് കേരളത്തിലെ ജലസ്രോതസ്സുകൾ ഇല്ലാതാവുകയും മലിനമാവുകയും ചെയ്യുന്നത്. ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണ്. പരമ്പരാഗത നീരൊഴുക്കുകൾ തടയുന്ന പ്രവൃത്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും വീഴ്ച വരുത്തുന്നുണ്ട്. ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള സർക്കാരിൻ്റെയും തദ്ദേശ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം കാര്യമായി തന്നെ രംഗത്തിറങ്ങണമെന്നും വൈ കല്യാണകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നമ്മുടെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലോക ജീവിതത്തിൻ്റെ, നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 കാര്യങ്ങളാണ് ഈ ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റവും അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ്. കാലാവസ്ഥാ മാറ്റത്തെയും പ്രത്യാഘാതത്തെയും നേരിടാൻ ഒരുങ്ങുന്ന ഏതൊരു ജനസമൂഹത്തിനും അവർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ജലമേഖലയാണ്, ഹൈഡ്രോസ്ഫിയറിനെയാണ്, ജലമണ്ഡലത്തിനെയാണ്. ജലമണ്ഡലത്തിലുണ്ടാകുന്ന ഏത് ചെറിയ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. നോക്കൂ, മഴയുടെ അളവിൽ ഉണ്ടാകുന്ന മാറ്റം, നമുക്ക് കിട്ടുന്ന മഴ മൺസൂൺ മഴയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ഇനി ഉടനെ ആരംഭിക്കാൻ പോകുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ മഴകളുമാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലും നമ്മുടെ ജലമേഖലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതിൽ വരുന്ന മാറ്റങ്ങൾ, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ പെയ്യുന്ന മഴക്കാലം ഇപ്പോഴ് ജൂണിൽ നിന്നും ജൂലൈയിൽ നിന്നും മാറി ഓഗസ്റ്റിലും സെപ്റ്റംബറിലേക്കും കേന്ദ്രീകരിക്കുന്നു. സ്വാഭാവികമായും ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ ജലശേഖരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ തോടുകളും പുഴകളുമൊക്കെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശേഖരിച്ച് ഒഴുക്കിക്കൊണ്ടിരുന്ന ജലം ഓഗസ്റ്റും സെപ്റ്റംബറിലുമായി ഒഴിക്കേണ്ടി വരുന്നു. വിക്ടോറിയ കോളേജ് NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് ലോക നദീ ദിനാചരണം സംഘടിപ്പിച്ചത്. കൽപ്പാത്തിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് KV വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. FOB പാലക്കാട് ചാപ്റ്റർ കോർഡിനേറ്റർ അനന്തലക്ഷ്മി, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആശ, കാഞ്ഞിരപ്പുഴ സംരക്ഷണ സമിതി കോർഡിനേറ്റർ CV ഈശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. NSS യൂണിറ്റ് വിദ്യാർത്ഥികളുടെ നൃത്തനാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിവരുന്ന 2025 ഗോൾഡൻ പുരസ്കാരം നഗരസഭ ഏറ്റുവാങ്ങി. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ റോഷി M. ജോൺ MLAയിൽ നിന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പുരസ്കാരം ഏറ്റുവാങ്ങി. അങ്കമാലിയിലെ കറുക്കുറ്റി അഡലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു പുരസ്കാര സമർപ്പണം. റോഷി M. ജോൺ MLAയിൽ നിന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പുരസ്കാരം ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. കൃഷ്ണകുമാർ, SG മുകുന്ദൻ, P. ജിഷ, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ ശിവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന വഴിയോരങ്ങളും ഭാരതപ്പുഴയോരങ്ങളും ഉൾപ്പെടെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ മാലിന്യമുക്തമാക്കിയിരുന്നു. നഗരത്തിലെയും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചു. ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ 100% നേട്ടം കൈവരിച്ചു. ഡയപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആക്രി ആപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഷൊർണൂർ നഗരസഭ അർഹത നേടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി 20 വർഷത്തിന് ശേഷം പിടിയിൽ. അടൂർ മല്ലികാതട്ടയിൽ ഉദയൻ മുറിപ്പേലിൽ 48 വയസ്സുള്ള സുനിലാണ് അടൂരിൽ വെച്ച് ഷൊർണൂർ പോലീസിൻ്റെ പിടിയിലായത്.
2005 സെപ്റ്റംബർ 6 പുലർച്ചെയാണ് ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് പ്രതി മോഷണം നടത്തിയത്. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപ വില വരുന്ന CD പ്ലെയറും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1500 രൂപയും ക്ഷേത്രത്തിൻ്റെ ഗ്രില്ലും വാതിലും തകർത്ത് 5.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണവും മോഷ്ടിച്ചിരുന്നു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ആദ്യഘട്ടത്തിൽ കോടതിയോട് സഹകരിച്ച് പിന്നീട് മുങ്ങുകയായിരുന്നു. ശേഷം 20 വർഷത്തിന് ശേഷമാണ് അടൂർ സ്വദേശിയായ 48 വയസ്സുള്ള സുനിൽ പിടിയിലായത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാർ, ASI കെ അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് കുമാർ, ഷിബു എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മണ്ണൂർ നഗരപ്പുറം തരവത്തുപടി റോഡ് ജനങ്ങൾക്ക് തുറന്നു നൽകി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 10 ലക്ഷവും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 10 ലക്ഷവും ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡിന് 10 ലക്ഷവും ഡ്രൈനേജിനായി 10 ലക്ഷവും ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം കോൺക്രീറ്റിൽ പൂർത്തീകരിച്ചത്. കാലങ്ങളായുള്ള പ്രദേശത്തെ ജനകീയ ആവശ്യമാണ് ഇതോടെ നിറവേറിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം, ലൈബ്രറിയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഉദ്ഘാടനത്തിലൂടെ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞതുപോലെ 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം കൈപ്പിടി ഏതാണ്ട് 4,51,000 5 വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് 5 ലക്ഷം വീടുകൾ 5 വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം നടപ്പാക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, TR ശശി, ഗിരീഷ് പാലേരി എന്നിവർ സംസാരിച്ചു. വാർഡംഗം AA ശിഹാബ് സ്വാഗതവും AV അർജുൻ നന്ദിയും പറഞ്ഞു. ജനകീയ ആവശ്യം നിറവേറ്റിത്തന്ന പഞ്ചായത്ത് ഭരണസമിതിയെ പ്രദേശനിവാസികൾക്കു വേണ്ടി ഗിരീഷ് പാലാരി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്വർണ്ണ വ്യാപാര സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയും അറിവില്ലായ്മയും ചൂഷണത്തിനിടയാക്കുന്നുണ്ടെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്തറ AKGSMA പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിൻ പാലത്തറ. ഉദ്യോഗസ്ഥന്മാർ സൃഷ്ടിക്കുന്നതും മറ്റു തരത്തിൽ വരുന്നതുമായ പ്രതിസന്ധികളെ തരണം ചെയ്യാനായത് സംഘടനയുടെ ശക്തി കൊണ്ടാണെന്നും ജസ്റ്റിൻ പാലത്തറ പറഞ്ഞു. GST പരിഷ്കരണങ്ങളിലൂടെ വില കുറഞ്ഞ മേഖലകളിൽ ഡിജിറ്റൽ പണമിടപാട് 10% വർദ്ധിച്ചു. ആഭരണ ഉത്പാദന വിപണന മേഖലകളിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള നികുതി പരിഷ്കാരം നടപ്പിലാക്കിയാൽ സർക്കാരിന് സാമ്പത്തിക വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകും. സാധാരണക്കാർക്കായി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടതെങ്കിലും ഇതിന് വിരുദ്ധമാണ് നടപടികളെന്നും ജസ്റ്റിൻ പാലത്തറ പറഞ്ഞു. റിക്കവറിയുടെ പേരിൽ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന റിക്കവറിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് കേരളത്തിൽ 10% പോലും പോലീസ് റിക്കവറി നടക്കുന്നില്ല. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ്. 10% പോലും കേരളത്തിൽ ഇന്ന് പോലീസ് റിക്കവറി നടക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് പാലക്കാട് ചില സംഭവങ്ങൾ നടന്നെന്ന് പറഞ്ഞു. പക്ഷെ അതിനെയൊക്കെ നമുക്ക് നിയമങ്ങൾ അനുകൂലമായി കയ്യിലുണ്ടായിട്ടും അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കാത്തതാണ് ഇപ്പോഴും നമ്മുടെ കുഴപ്പം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM ജലീൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ റോയ് പാലത്തറ, ജോയ് പാഴേമഠം, ജില്ലാ ഭാരവാഹികളായ വിനിൽകുമാർ, മൊയ്തു വരമംഗലത്ത്, ബഷീർ, PP രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലക്കാട് ഏരിയ സമ്മേളനം മങ്കരയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. കുറച്ചും കൂടെ ജനകീയമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നത് വലിയ തോതിൽ ആശ്വാസം പകർന്നിട്ടുണ്ട്. അപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പറയുന്നു, അത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അത് തിരിച്ചറിയാനും ശേഷിയുള്ള സ്ത്രീകളാണ് ഇന്ത്യ രാജ്യത്തുണ്ടാവേണ്ടത്. ഇങ്ങനെ ലോകത്താകെ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളും കൃത്യമായി വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മനോഭാവത്തിലേക്ക് ഇന്ത്യൻ സ്ത്രീകളെ ആകെ നയിക്കണം എന്നുള്ളത് ആര് കാണുന്നു? ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാണുന്നു. ഏരിയ പ്രസിഡന്റ് സുമംഗല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി A കുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലീലാമാധവൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഓമന, കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീജ, ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ്, CPM ലോക്കൽ സെക്രട്ടറി ER ശശി, ഷിബി,
വഹീദ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജിൻസി, ഇന്ദിര, ഉണ്ണിയമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളിയിൽ കേരള ചെട്ടി മഹാസഭയുടെ നേതൃത്വത്തിൽ രത്നവേൽ ചെട്ടിയാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് എ ചെമ്പകം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. MR മുത്തുച്ചാമി, PK മണി, നിശാന്ത് പന്നിയമ്പാടം, VS അരുണാചലം, PS ശരത് കുമാർ, ആറുമുഖൻ ശേഖരിപുരം, രാജേഷ്, രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ സ്വാഗതവും VP രമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പുരോഗമന കലാസാഹിത്യ സംഘം ഷൊർണൂർ മുണ്ടായ യൂണിറ്റ് സമ്മേളനം മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്നു. പൂക്കാസ മേഖലാ വൈസ് പ്രസിഡന്റ് DB ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മധുസൂദനൻ കുന്നിനാങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി അംഗം T മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി KM ലക്ഷ്മണൻ, മേഖലാ കമ്മിറ്റി അംഗം K മുരളി എന്നിവർ പ്രസംഗിച്ചു. ചർച്ചയിൽ ശ്യാംകുമാർ, T വത്സല, TR സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. അന്ന് നമ്മൾ കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമ്മൾ നടത്തിയ വീട്ടുമുറ്റ സദസ്സ്, അതുമാതിരി തന്നെ മുനിസിപ്പൽ തലത്തിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനങ്ങൾ, ഇതെല്ലാം ചെറിയ പങ്കാളിത്തം നമുക്ക് പറ്റിയുള്ളൂ. പക്ഷേ നമ്മുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് വരാൻ നമ്മുടെ പുരോഗമന സാഹിത്യ സംഘം വളർത്താൻ നമുക്ക് പുതിയ കമ്മിറ്റി, ആ കമ്മിറ്റി രൂപം കൊള്ളുകയും പഴയ ആൾക്കാർ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. M ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. ഭാരവാഹികളായി ശിവദാസൻ ഷൊർണൂർ പ്രസിഡന്റ്, മധുസൂദനൻ കുന്നിനങ്ങത്ത് സെക്രട്ടറി എന്നിവരുൾപ്പെടെ 13 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കോട്ടായി സെൻറ്ററിലെ പാതയോരത്ത് കേബിൾ കുഴി ശരിയായി മൂടാതെ ഉപേക്ഷിച്ചത് അപകടക്കെണിയായി. 3 റോഡുകൾ സംഗമിക്കുന്ന കോട്ടായി സെൻറ്ററിലാണ് കേബിൾ സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ച പാതയോരത്ത് 6 അടിയോളം താഴ്ചയുള്ള കുഴി ശരിയായി മൂടാതെ തൊഴിലാളികൾ പോയത്. കേബിൾ തകരാർ കണ്ടെത്താൻ കുഴിയെടുത്തതാണ് ശരിയായി മൂടാതെ അധികൃതർ സ്ഥലം വിട്ടത്. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ തിരിക്കുന്ന ഭാഗത്താണ് വൻ ഗർത്തം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമഗ്ര ശിക്ഷ കേരള പാലക്കാടിൻ്റെയും നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് ജില്ലാതല സെലക്ഷൻ ക്യാമ്പ് കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് മുഖ്യാതിഥിയായി. DPC MK നൌഷാദ് അലി പദ്ധതി വിശദീകരിച്ചു. കുഴൽമന്ദം BPC അഭിലാഷ് തച്ചങ്കാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ DPOമാരായ PS ഷാജി, KM മഹേഷ് കുമാർ, KM കൃഷ്ണകുമാർ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാമോഹൻ, കുഴൽമന്ദം AEO വിക്ടർ ഡേവിഡ്, BPC U ഹബീബ് റഹ്മാൻ, PM വെങ്കടേശ്വരൻ, ബീന ആലത്തൂർ, S സൗദ ചിറ്റൂർ എന്നിവരും പങ്കെടുത്തു. 13 BRCകളിൽ നിന്നായി 287 വിദ്യാർത്ഥികൾ, ട്രെയിനർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അടക്കം 700ഓളം പേർ പങ്കെടുത്തു. മിക്സഡ് റിലേ, മിക്സഡ് സ്റ്റാൻഡിംഗ് ലോങ് ജമ്പ്, മിക്സഡ് സ്റ്റാൻഡിംഗ് ത്രോ, ഓട്ടം, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, ഷട്ടിൽ, ബാഡ്മിൻ്റൺ എന്നീ ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുത്ത കുട്ടികളെ ഒക്ടോബർ 22 മുതൽ 27 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ ഭദ്രാസന സൺഡേ സ്കൂളിൻ്റെ കലോത്സവം ശനിയാഴ്ച ചേലക്കര വട്ടുളി സെൻറ് ജോർജ് ബത്ലഹേം യാക്കോബായ സുറിയാനി പള്ളി പാരിഷ് ഹാളിൽ നടന്നു. തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ കിമ്മിസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 37 പള്ളികളിൽ നിന്നും മേഖലാ കലോത്സവത്തിൽ വിജയിച്ച 300 വിദ്യാർത്ഥികളും ഇവർക്ക് നേതൃത്വം നൽകിയ 200 അധ്യാപകരും പങ്കെടുത്ത ജില്ലാ സൺഡേ സ്കൂൾ കലോത്സവം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു. 5 വേദികളിലായാണ് നടന്നത്. വൈകിട്ട് 4:30 സമാപന സമ്മേളനം തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമിസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വട്ടോളി പള്ളി വികാരി ഫാദർ തോമസ് നെടിയപ്പാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിംഹാസന പള്ളി റവറ ഏലിയ റമ്പാച്ചൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി ബൈജു കാക്കഞ്ചേരി, സഭാ മാനേജിംഗ് കമ്മിറ്റി ഷാജി മംഗലശ്ശേരി, ഭദ്രാസന കൗൺസിൽ സിനി മോൻസി വരപ്പാത്തുകുഴിയിൽ, സൺഡേ സ്കൂൾ ചേലക്കര മേഖലാ ഇൻചാർജ് വിനുരാജ്, സൺഡേ സ്കൂൾ മദ്രസ സെക്രട്ടറി CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 145 പോയിന്റുമായി തൃശൂർ ഭദ്രാസനയിലെ മാരോട്ടിച്ചാൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് മൊമെന്റോ നൽകി. 1ാം സ്ഥാനം ലഭിച്ച എല്ലാ വിജയികളും എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കും.
ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചുനങ്ങാട് കൈത്താങ്ങ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പി കെ ദാസ് മെമ്മോറിയൽ സയൻസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർമാരായ സുരേന്ദ്രൻ, ഉണ്ണി, ഗംഗാധരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ വിജയകുമാർ താഴത്തേതിൽ അധ്യക്ഷത വഹിച്ചു. രാജേഷ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ പ്രഭുരാജ് എടത്തോൾ, കേണൽ ഗംഗാധരൻ, തോട്ടത്തിൽ രാംകുമാർ എന്നിവർ സംസാരിച്ചു. ഉദരരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ മിഥുൻ ക്ലാസ് എടുത്തു. ട്രസ്റ്റ് സെക്രട്ടറി നാഗത്ത് മുരളി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരുങ്ങോട്ടുകുറിശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യോദയ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും ദിവ്യപ്രഭ പുരസ്കാര സമർപ്പണവും ചികിത്സാ ധനസഹായ വിതരണവും മരുന്ന് വിതരണവും നടന്നു. ബ്ലൂ ഓഷ്യൻ ഗ്രൂപ്പ് CEO ഡോക്ടർ സത്യമേനോൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ EB രമേശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P ഭാനുമതി ദിവ്യപ്രഭ പുരസ്കാരം 2025 ഏറ്റുവാങ്ങി. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന നിർധന കുടുംബത്തിലെ 5 വിദ്യാർത്ഥികൾക്ക് വിദ്യോദയ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വൃക്കമാറ്റി വെച്ചവർക്കുള്ള 68ാമത് മാസത്തെ മരുന്ന് വിതരണവും ചടങ്ങിൽ നടന്നു. ഡോക്ടർ KS ഗായത്രിയെ അനുമോദിച്ചു. MK നാരായണൻ, ശ്രീവത്സൻ മാസ്റ്റർ, ഷൈനി രമേശ്, ശങ്കർജി കോങ്ങാട്, KP മധുസൂദനൻ നമ്പൂതിരി, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മോഹൻദാസ് കാട്ടുകുളം പ്രാർത്ഥനാഗീതം ആലപിച്ചു. ശോഭ തെക്കേടത്ത് സ്വാഗതവും മിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭയും CDSഉം സംയുക്തമായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. കില റിസോഴ്സ് പേഴ്സൺ ഗോപാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. തൊഴിൽ മേളയിൽ 8 കമ്പനികളും 100ഓളം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. പത്തിരിപ്പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1978-79 വർഷത്തെ SSLC ബാച്ചിൻ്റെ സംഗമം മങ്കര ശ്രീരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സാഹിത്യകാരി തുളസി കേരളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കഥ, കവിത ഒക്കെ യുവജനോത്സവ വേദികളിലേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മലയാളം പ്രധാന വിഷയം എടുത്ത് പഠിക്കാനോ ഉള്ളവരെ ഒത്തുന്നുള്ളൂ. സാധാരണഗതിക്കൊരു കാവ്യാലാപന പരിപാടി അല്ലെങ്കിൽ അതൊരു ക്യാമ്പുകൾക്ക് പോകുമ്പോൾ ഈ കവിത ആരുടെ ആയിരിക്കും എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപാട് ക്ലൂ കൊടുത്താലാണ് അതിലേക്ക് ഉത്തരം കിട്ടാറുള്ളത്. കാരണം നമ്മുടെ പ്രകൃതി സ്നേഹിയായ കവി, സൈലന്റ് വാലിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒപ്പം നിന്ന കവി എന്നൊക്കെ ഒരുപാട് ക്ലൂസ് കൊടുക്കുമ്പോഴാണ് കവിതകളിൽ നിന്നും ഇന്നത്തെ തലമുറ അന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗദ്യ കവിതകളിലേക്കും ഉത്തരാധുനിക കവിതകളിലേക്കൊക്കെ പോകുന്ന ഒരു കാലമാണ്. ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ KS സുബൈർ അധ്യക്ഷത വഹിച്ചു. TP ഉദയപ്രഭാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നദീറ താജ് പ്രാർത്ഥന ചൊല്ലി. സേതുമാധവൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ K പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും AE പ്രേംകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. T മണികണ്ഠൻ സ്വാഗതവും E വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി സ്മിത 2024-25 വർഷത്തെ ഭരണ റിപ്പോർട്ടും ഡയറക്ടർ പ്രമോദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർ ശശിധരൻ അനുശോചനവും SJ നജീബ് 2026-27 വർഷത്തേക്കുള്ള കരട് ബജറ്റും അവതരിപ്പിച്ചു. ഡയറക്ടർ സരിത കഴിഞ്ഞ പൊതുയോഗത്തിലെ മിനിറ്റ്സ് വായിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TR ശശികുമാർ, ബാങ്ക് ഡയറക്ടർമാരായ അരവിന്ദാക്ഷൻ, രമണി, ഓമന, സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മുത്തലീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ്, സുമ, പ്രീത, ഷഫീന, M ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ തരത്തിലും സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് ഈ ബാങ്കിന്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഇനിയും ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഇതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഈ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AVM റസാഖ് സ്വാഗതവും ഡയറക്ടർ M സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റൊലി. ഏഷ്യ കപ്പ് ഫൈനലിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുകയാണ്. ടൂർണമെന്റിൽ നേരത്തെ 2 മത്സരങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനെ തകർത്തിരുന്നു. ഫൈനലിലെ ജയപരാജയ സാധ്യത സംബന്ധിച്ച് മത്സരം ആരംഭിക്കും മുമ്പ് ക്രിക്കറ്റ് പ്രേമികൾ പങ്കുവച്ച ആവേശകരമായ അഭിപ്രായങ്ങൾ കാണാം മാറ്റൊലിയിലേക്ക്.
സംശയമില്ല, ഇന്ത്യ ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇന്ത്യയിൽ നല്ല ബോളേഴ്സും അതുപോലെ ബാറ്റേഴ്സും ഉണ്ട്. ഇക്കാലത്ത് സഞ്ജു സാംസൺ എന്ന പ്ലെയറിനെ കഴിഞ്ഞ കളിയിൽ 8ാമതായിട്ട് കളിക്കാൻ ഇറക്കിയത്. അദ്ദേഹത്തെ ഫസ്റ്റ് ലൈനിൽ ഇറക്കി കഴിച്ചാൽ അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ കഴിഞ്ഞ 2 കളികളും ഇന്ത്യ നല്ല കളി കളിച്ചിട്ടാണ് വിജയിച്ചിരിക്കുന്നത്. ആദ്യത്തെ കളി പാകിസ്ഥാനോട് ജയിച്ചു, 2ാമത്തെ കളി ബംഗ്ലാദേശിനോട് ജയിച്ചു. ഇന്നത്തെ കളി, അതായത് ഞായറാഴ്ച ഇത്രയും ക്രൗഡുള്ള ദിവസം ഇന്ത്യ പാകിസ്ഥാനെ മറികടന്ന് ഫൈനൽ കപ്പടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൊട്ട് ഇന്ത്യൻ ജയിക്കും. അതായത് ഇപ്പോൾ തുടർച്ചയായി 3 കളിയിൽ തന്നെ നമ്മൾ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കളിയിൽ സൂപ്പർ ഓവർ ആയെങ്കിലും നമ്മൾ തന്നെയാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട്, നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്, നല്ല ബൗളേഴ്സ് ഉണ്ട്, നല്ലപോലെ തന്നെ കളി കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞായറാഴ്ച ഞാൻ തന്നെ ദുബായിൽ അത്രയും ക്രൗഡുള്ള ഇതിൽ ഇന്ത്യ ജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിശാഖപട്ടണത്ത് നിന്ന് കവർന്ന സ്വർണം ഒറ്റപ്പാലത്ത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ദേശമംഗലം സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ദേശമംഗലം പള്ളത്ത് 21 വയസ്സുള്ള അജ്മൽ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്തു മുങ്ങിയ അടൂർ സ്വദേശിയായ പ്രതി 20 വർഷത്തിന് ശേഷം പോലീസിന്റെ പിടിയിൽ. വാളയാറിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ. ഷൊർണൂരിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സുകൾ ഉയർന്നത് സേവ് NSS എന്ന പേരിൽ. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം. കോൺഗ്രസിന്റെ ഇന്ത്യ എന്ന വിചാരത്തെയും വികാരത്തെയും ചോദ്യം ചെയ്യുന്നവരുടെ രാജ്യസ്നേഹം പരിശോധിക്കപ്പെടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പിണറായി സർക്കാർ കേരളത്തിൽ സൃഷ്ടിച്ചത് സാംസ്കാരിക ജീർണത. KPCC വിചാർ വിഭാഗ ജില്ലാ കമ്മിറ്റി രൂപീകരണ സമ്മേളനം പാലക്കാട്ട്. പരമ്പരാഗത ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ആവശ്യമാണെന്ന് മാലിന്യമുക്ത കേരളം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ Y. കല്യാണകൃഷ്ണൻ. ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ നേരിടേണ്ടി വരിക വലിയ പ്രത്യാഘാതങ്ങൾ. കൽപ്പാത്തിയിൽ ലോക നദീ ദിനാചരണം. സ്വർണ്ണ വ്യാപാര സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത വലിയ ചൂഷണത്തിനിടയാക്കുന്നുണ്ടെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്തറ. AKGSMA ജില്ലാ സമ്മേളനം പാലക്കാട്ട്. പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഗോൾഡൻ പുരസ്കാരം നഗരസഭാ ചെയർമാൻ ഏറ്റുവാങ്ങി. പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത് എറണാകുളത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.